നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം. മാപ്പ് കൊടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലെന്നേ. പറയാനും എഴുതാനും ഒക്കെ സുഖകരമായ ടോപ്പിക്ക് മാത്രമാണ് ക്ഷമ. ജീവിത വഴികളിൽ ഈ പുണ്യം പാലിക്കാൻ അത്ര കണ്ട് എളുപ്പമല്ല. നമുക്കൊന്ന് പൊറുക്കാനും മറക്കാനും പറ്റുന്നില്ല എന്നതാണ് വാസ്തവം. തക്കം കിട്ടുമ്പോൾ ആക്രമിക്കാൻ ഒരുങ്ങി തന്നെയാണ് നാം കുളിച്ച് കുറുമുണ്ട് ധരിച്ച് മുന്നേറുന്നത്. ആർക്കെന്നെ തല്ലാൻ ധൈര്യം ഉണ്ടടാ എന്ന് വീമ്പിളക്കുമ്പോൾ ഞാനുണ്ടെന്ന് മുണ്ടുമടക്കി കുത്തി കൊമ്പൻ മീശ പിരിച്ച് കൊലവിളി മുഴക്കുന്ന ആജാനുബാഹുവായ ഒരാളെ കാണുമ്പോൾ സാറായിരുന്നോ, സോറി ട്ടോ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ എന്ന് ഫലിതം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഭീരുവിനെ പോലെയാണ് പലപ്പോഴും നമ്മൾ ക്ഷമിക്കുന്നത്. ഒന്നും നോക്കാതെ ക്ഷമിച്ച പെണ്ണിൻ്റെ പേരാണ് മറിയം. അവൾ ക്ഷമിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 12 ചെറുപ്പക്കാരോടൊപ്പം പോയിരുന്ന് ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു എന്നത്. നീ എന്തിനാടാ എൻ്റെ മകനെ തള്ളിപ്പറഞ്ഞത്, നീ എന്തിനാണ് ഓടി ഒളിച്ചത് എന്നൊന്നും ചോദിക്കാൻ അവളുടെ നാവ് വഴങ്ങിയില്ല. ക്ഷമയുടെ മുഴുവൻ ഭാവങ്ങളും ആവാഹിച്ചാണ് അവൾ അവർക്കൊപ്പം ചേർന്നിരുന്ന് ആത്മാവിനെ സ്വീകരിച്ചത്. പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനുള്ള ചെപ്പടവിദ്യ സെഹിയോൻ മാളികയിൽ നിന്നും നിനക്കും എനിക്കും ഇപ്പോൾ നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. പൂർവ്വ ജോസഫിനെ പോലെ പറ്റുമെങ്കിൽ മനാസെ എന്ന് മക്കൾക്ക് പേരിടുക. ദാറ്റ് മീൻസ് ഐ ഫോർഗോട്ട് എവറിത്തിങ്. ജോസഫ് ചെയ്തത് അതാണ്, അതുമാത്രമാണ്. മറിയത്തിൻ്റെ മാതൃഹൃദയം ദൈവിക കരുണയുടെ സ്രോതസ്സാണ്. ക്ഷമയുടെ മേലങ്കി ചുറ്റിയ മറിയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.